എന്താ ഈ വാർത്ത കണ്ടോ? സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് പീഡിപ്പിക്കാനുള്ള കാരണമെന്ന്. അടിപൊളി. എങ്ങനെ ഇരിക്കണിപ്പോ? ഫുള്ള് പൊതിയലായിരുന്നല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അത് പുതക്കിലോ. പെണ്ണുങ്ങളുടെ ഒരു കഷ്ടവേ. എന്നാ ചെയ്യാനുണ്ട്? ഈ പത്രം എടുത്ത ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അതെ, വസ്ത്രം ശരിയല്ലാത്തതാണോ ഗോവിന്ദസ്വാമിയെ ട്രെയിനിൽ നിന്ന് വഴിച്ചടച്ചിട്ടിട്ട് പീഡിപ്പിച്ചത്? അത് പത്രം അതങ്ങ് തോന്നുമല്ലേ, എനിക്കങ്ങ് തോന്നുന്നു എന്തൊക്കെ പീഡിപ്പിക്കാൻ തോന്നുന്നു. പെണ്ണുങ്ങളുടെ ഒരു കഷ്ടമേ. പെണ്ണുങ്ങൾ നടന്നാ കുറ്റം, ഇരുന്നാ കുറ്റം. ഇനി ഒന്ന് പതുക്കെ പതുക്കെ നടക്കാന്ന് വെച്ചാലോ, അത് ഭയങ്കര സെക്സിയാ. ഇനി എന്നാ പിന്നെ കുറച്ച് സ്പീഡ് നടക്കാന്ന് വെച്ചു. കുലുക്കാതെ പെണ്ണിന്റെ ഒരു കുലുക്ക് ഇളക്കം ഇച്ചിരി കൂടുതലാ. എന്തൊക്കെ പറയും. നല്ലൊരു ഡ്രസ്സ് ഇട്ടങ്ങ് പോയാലോ, സെക്സിയാ. അതൊക്കെ ശരീരഭാഗങ്ങളൊക്കെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു. എനിക്ക് പേടിപ്പിക്കാൻ തോന്നുന്നു. ഇതൊക്കെ തീരുമാനിച്ചതാരാ? ആണുങ്ങള്. അത് മാത്രം പുസ്തകത്തിൽ എഴുതിയും വെച്ചിട്ടുണ്ട്. പുരുഷന്മാരെ ബഹുമാനിക്കണം. പുസ്തകങ്ങളാ പ്രശ്നം. സത്യം. ആണുങ്ങൾ ഉണ്ടാക്കി വെച്ച പുസ്തകങ്ങൾ വായിക്കാൻ കുറെ പെണ്ണുങ്ങൾ നാട്ടക്കുന്നു. ഇനി കെട്ടിക്കേറി വരുമ്പോഴോ സ്ത്രീധനമായിട്ട് കുറേ വേണം. തലയിലും കഴുത്തേലും അരയിലും എല്ലാം കൂടെ. ഇത്രയൊക്കെ ഉണ്ടേലും ഉണ്ടല്ലോ, ഗ്യാസ് പൊട്ടി വലിച്ചെന്ന് കേൾക്കാം, അല്ലെ കെട്ടിത്തൂക്കി കൊന്നെന്ന് കേൾക്കാം. അതെ, പക്ഷെ എന്തൊരു കഷ്ടമാണെന്ന്. ഒരേ ക്ലാസ്സിൽ പഠിച്ച് ഒരേ ജോലി മേടിച്ച് ഒരേ ശമ്പളം മേടിക്കുന്നവർക്ക് പോരാ, വേറെ പെണ്ണുങ്ങൾ കൊണ്ടുവരണം സ്ത്രീധനം പോലും. കോക്കണേ, ഇതൊക്കെ ഡുണ്ടിഗിരിയാണ്. അത് ഭയങ്കര കഷ്ടമാണ്. എന്നാ ഒരു ലിപ്സ്റ്റിക് അങ്ങ് ഇട്ടാക്കാന്ന് വെച്ചാലോ? അതും പറ്റില്ല. പക്ഷെ സിന്ദൂരം എന്തായാലും ചൂടണം. ആണിന് സിന്ദൂരിക്കത്തില്ലേ? അത് പറ്റത്തില്ല, അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ചോദ്യമൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ആണുങ്ങളുടെ ശബ്ദം ഉയർത്തുന്നോ? പെണ്ണുങ്ങളുടെ ശബ്ദം 4 ചുവരുകൾക്കിടയിൽ ഇങ്ങനെ അങ്ങ് ഇരിക്കണം. പിന്നെ തന്നെയല്ല, ദൈവങ്ങൾക്ക് ഇഷ്ടമില്ല. അതെ, പുരുഷനെ ബഹുമാനിക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും. പുരുഷനെ അനുസരിക്കണം. പുരുഷൻ എന്താ മണി കെട്ടിയിട്ടുണ്ടാവും. ചില സമയത്ത് എനിക്ക് അരിശമായി പത്രം എടുക്കുമ്പോൾ പത്രത്തിലെ എല്ലാ വാർത്തകളും. ഇനി കെട്ടിക്കയറി വന്നാലോ, അപ്പം കുറേ പണിയാണ്. അടുക്കളപ്പണി, വീട്ട് മുറ്റമടിക്കണം, ചായ വെക്കണം, എല്ലാവരും ശുശ്രൂഷിക്കണം. പിന്നെ ബോണസായിട്ട് നാത്തൂൻ പോര്, അമ്മായിമ്മ പോര്, അമ്മായച്ചൻ പോര്, അങ്ങനെ കുറേ പോരും. ഇൻക്രിമെൻ്റ് ആയിട്ട് രാവിലെ എണീക്കണം, നേരത്തെ എണീറ്റ് എല്ലാ പണിയും ചെയ്യണം. ഭർത്താവിന് ചായ കൊടുക്കണം തിരിച്ചു വരുമ്പോൾ. തിരിച്ചു വരുമ്പോ ഭാര്യ തിരിച്ചു വരും, ഭർത്താവ് ഒന്നും ചായ കൊടുക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ ഈ പുസ്തകത്തിലില്ലല്ലോ. ഈ പുസ്തകം ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ വന്നു? ഈ തറവാട്ടിൽ സ്ത്രീയുടെ ശബ്ദം കേട്ടിട്ടില്ല. തറവാട് മഹിമ ഉള്ളിടത്തുനിന്ന് വരണമെന്ന് ഞാൻ അന്നേരം പറഞ്ഞതല്ലേ. ഇപ്പൊ തറവാട് കുറ്റമായി. ഇതൊക്കെ കേട്ടാലാവും. ഇത് മറ്റേ പിന്നെ എന്തുവാ, കല്യാണത്തിന് മുമ്പ് ആണുങ്ങൾക്കൊരു റിലേഷനൊക്കെ ആയ ഒരു കുഴപ്പമില്ല. പെണ്ണിനൊരു റിലേഷൻ ആയാലോ അവള് പെഴയാ, അവളെ കെട്ടാൻ നിൽക്കണ്ട കേട്ടോ, അങ്ങനെയൊക്കെയാ പറയുന്നത്. ഈ ആണാണെങ്കിലോ അത് പെഴയല്ല, പുഴ, അതിങ്ങനെ ഒഴുകിക്കൊണ്ടെങ്കിൽ പൊക്കോളും, നീന്തി കിടക്കണ്ട. അത് തന്നെ. അത് ആണുങ്ങളെ അല്ലേ വലിയ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതൊക്കെ അങ്ങനെ വെച്ചാൽ അത് വലിയ കാര്യമൊന്നും ആക്കാനൊന്നുമില്ല. ആണുങ്ങളല്ലേ ഇച്ചിരി കുടിക്കും, ഇച്ചിരി പെണ്ണ് കുടിക്കുക, അതൊന്നും കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞിട്ടൊരു ബന്ധമാണെങ്കിലോ അത് വിവാഹാതര ബന്ധമാന്ന് പറഞ്ഞ് പിന്നെ വലിയ ഇത് പത്രത്തിൽ വേറെ വരും. വിവാഹാതര ബന്ധത്തെ അവിടെ പിടികൂടി ഇവിടെ പിടികൂടി എന്ന് പറഞ്ഞു. അപ്പൊ ചെറുക്കനാവാം, ആമ്പിള്ളല്ലേ. അത് എന്നാന്നറിയോ, ഒരു ചാരിത്രം കെട്ടി തൂക്കിയിട്ടുണ്ട് പെണ്ണിന്റെ മേലെ. പെണ്ണുങ്ങൾക്ക് മാത്രമേ. അതൊരു പ്രത്യേക സാധനമാണ്. അത് മുകളിന്നേ അങ്ങ് നമ്മൾ ഉണ്ടാക്കിയപ്പോഴത്തേനുണ്ടല്ലോ അതങ്ങ് കെട്ടി തൂക്കി പേസ്റ്റ് ചെയ്ത് വിട്ടിരിക്കുക. അതങ്ങ് പൊട്ടിപ്പോവും. ചാരിത്രം ആണിനില്ലാത്ത പ്രത്യേക ഒരു സാധനമാണ്. ഇത് പറഞ്ഞാണ് പെണ്ണിനെ പേടിപ്പിക്കുന്നത്. എന്നാണോ? ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അങ്ങ് ബോഡിയൊക്കെ ഒന്ന് നോക്കാന്ന് വെച്ചാൽ സുംബ കളിക്കാന്ന് വെച്ചോ. സുംബ പാടില്ല, അത് മൂപ്പർക്ക് പിടിക്കില്ല, ഒത്തിരി ഇളകും, അറിയുന്നത് കണ്ടാൽ ഞാൻ എഴുന്നേൽക്കേണ്ടി വരും. അറിയത്തില്ലേ? എന്നാ പിന്നെ സാമ്പ കളിച്ചാലോ?
അതവനൊരു കുഴപ്പമില്ല. അതതിലെ രസമാ. അല്പവസ്ത്രം കണ്ടു കഴിഞ്ഞാൽ എന്റെ കൺട്രോൾ പോകും, പെണ്ണേ നീ ചാടല്ലേ. ഓ, ഇങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കണ്ട, പ്രസവിക്കുകയും വേണ്ട. അങ്ങനെ പറയരുത്. പെറ്റ് മക്കളെ മുലയൂട്ടി വളർത്തുക എന്നുള്ളതാണ് സ്ത്രീധർമ്മം. എങ്കിൽ മാത്രമേ ദൈവം നിന്നെ അനുഗ്രഹിക്കൂ മകളെ. ഇതിപ്പോ വലിയ കഷ്ടമായല്ലോ. നോക്ക്, ഇതൊക്കെ കണ്ടോ, ഇപ്പോഴത്തെ സ്ത്രീകൾ മക്കളെ പ്രസവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ ആഗ്രഹിക്കും? ഇതിനു വേണ്ടി ആരെങ്കിലും വരുമോ? ചുരുക്കത്തിൽ പറഞ്ഞ ഒന്ന് മനസ്സമായിട്ട് കണ്ടിടണേ പോലും ആണുങ്ങളുടെ പെർമിഷൻ വേണം. അത് കറക്റ്റാ. എന്ത് കഷ്ടമാണോ.